എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ 2-3 സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഈ SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്ന്. സത്യത്തിൽ SIP സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്കൊരു പാൻ കാർഡ് മാത്രം മതി. ഈ പാൻ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു നോർമലായിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട്, ഇത്ര മാത്രം മതിയില്ല. പിന്നെ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് അപ്പും ഡിക്രീസും ചെയ്യാൻ പറ്റുമെന്ന് രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ SIP വാങ്ങിയ ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് SIPയിൽ വേണമെങ്കിൽ അമെൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ആ ഗ്രോ ആപ്ലിക്കേഷനിൽ മാത്രമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞത്. ഈ ബാങ്കിങ് സെക്ടറിൽ നിന്ന് വാങ്ങണ SIPകളിൽ ഒന്നും നമുക്ക് ടോപ്പ് അപ്പും പറ്റില്ല, ഡിക്രീസ് ചെയ്യാനും പറ്റില്ല. ഈ ഗ്രോ ആപ്ലിക്കേഷനിൽ നിന്ന് വാങ്ങണ SIPകളില്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്, അമെൻമെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്ത് നമുക്ക് നമ്മുടെ ഷെയർ, അതായത് നമ്മുടെ വാല്യൂ കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ കുറയ്ക്കാനും പറ്റും. കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 1000ന്റെ SIP അയച്ചു കഴിഞ്ഞാൽ നമ്മൾ 500 രൂപയാണ് കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 500 നല്ല അടിക്കണം, 1500 അടിക്കാൻ. 1500 അടിക്കണം. 1500 അടിച്ചില്ല എങ്കിൽ അത് സാധനം 500 അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SIP ഡിക്രീസ് ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രോ ആപ്ലിക്കേഷൻ വിചാരിക്കുക 500ലേക്ക് ആക്കാനാണ്. അപ്പൊ നമുക്ക് ശരിക്കും വേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500ലേക്ക് മൂവ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 1500 അടിക്കണം. 1500 അടിച്ചാൽ മാത്രമാണ് SIPയുടെ വാല്യൂ 1500 ആവുള്ളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 500 നമുക്ക് കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 അല്ല അടിക്കേണ്ടത്. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു വട്ടം കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാലാവധിയും കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ അതിനൊരു അതായത് സ്മോൾ ആണോ, മീഡിയം ആണോ, മിഡ് ആണോ, അതിനനുസരിച്ച് അതിന്റെ കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറിയിലെ നിയമങ്ങൾ പാലിക്കണം. അതായത് ചില SIP എന്ന് കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം മാത്രം, ഇപ്പൊ കൂട്ടി കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷം മാത്രമേ കൂട്ടാൻ പാടുള്ളൂ എന്ന കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, അതുപോലെ കുറയ്ക്കണം. അപ്പൊ ഇന്ന് ഇത്രയുള്ള മച്ചാന്മാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചുള്ള മറുപടിയും കാര്യങ്ങളും തരുന്നതായിരിക്കും.